ഒരു പാരഡി പാട്ട്, ആളുകൾ ആസ്വദിച്ച് കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പാരഡി പാട്ട്. അതിനെതിരെ കേസെടുക്കുക മാത്രമല്ല, ചുമത്തിയിരിക്കുന്നതാണ് മതവിദ്വേഷം ഉണ്ടാക്കുകയാണ്. എന്താ ഈ പറയുന്നത്? അവിടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പാട്ട്, അതെങ്ങനെയാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്നതാകുക? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിശേഷം, ആഭ്യന്തര വകുപ്പിന് ശേഷം ഈ മതവിദ്വേഷ വകുപ്പുകൾ വ്യാപകമായി ചുമത്തുകയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോഴിക്കോട് സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോഫി നെറ്റ്വർക്കിൽപ്പെട്ട ഒരു കോഫി ഷോപ്പാണ്. അത് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പാണ്. ഈ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ അതിൻ്റെ പരിസരത്ത് പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെ മതവിദ്വേഷം ചുമത്തിയിട്ട് കേസെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. കുറ്റ്യാടിയിൽ ഈ BJPയുടെ CAA വിശദീകരണ യോഗം നടക്കുന്ന ദിവസം അവിടെ വ്യാപാരികൾ കടകളടച്ചു. ഈ കടകൾ അടച്ച വ്യാപാരികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും മതവിദ്വേഷമാണ്. ഇതെന്താ ഈ BJPയുടെ പൊതുയോഗവും കടകളടക്കലും, ഇതിലെവിടെയാണ് മതം വരുന്നത്? സ്റ്റാർബക്സിലെവിടെയാണ് മതം വരുന്നത്? ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. വ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. CAA പ്രൊട്ടസ്റ്റിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയുടെ കാറിലാണ്. അവർക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മാലയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വൈപരീത്യം എവിടെയുണ്ട്? അപ്പോൾ ഈ പോലീസ് ഇങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ച് പരാതികൾ വരുമ്പം ചില ആളുകൾ ചുരുങ്ങിയത് സൈബർ സ്പേസിലെങ്കിലും CPMനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെഴുതുന്ന കാര്യം അതെല്ലാം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെങ്ങനെയാണ് പറയുക? പോലീസ് ചെയ്യുന്നതല്ലേ? പോലീസ് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നുള്ളതാണ്. പോലീസിന് മേലെ ഈ സർക്കാരിന് നല്ല നിയന്ത്രണമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്. കാരണം ഒരു നിലക്കും സാധൂകരിക്കാൻ പറ്റാത്ത ഒരു വകുപ്പ് ഇട്ടിട്ട് ഇതിനെതിരെ കേസെടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? പോലീസ് ഫുൾ കൺട്രോളിലാണെന്നുള്ളതാണ്. അല്ലാതെ പോലീസുകാർ ഈ ജാതി മടയത്തിനും ചെയ്യില്ലല്ലോ. പോലീസ് സർക്കാരിൻ്റെ ഫുൾ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു, കേസെടുക്കുന്നു, മെറ്റയ്ക്ക് കത്തയക്കുന്നു. 240ഓളം അക്കൗണ്ടുകളിൽ നിന്ന് ഈ പാട്ട് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ ആശയം ഇല്ലാണ്ടാവും. അപ്പം വിജയമാഷ് പറഞ്ഞത് നിരന്തരം ഉദ്ധരിക്കപ്പെടാറുള്ളതാണ്. നിങ്ങളൊരു ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാൽ കുട്ടിയെ പുറത്തു പോകുന്നുള്ളൂ, ചോദ്യം അവിടെ തന്നെ ഉണ്ടാവും. പിണറായി വിജയൻ്റെ പോലീസ് ഈ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്തുകൊണ്ട് ഈ പാട്ടിനെതിരെ കേസെടുത്തുകൊണ്ട് പാട്ടിലെ വരികളോ ആ പാട്ടിലെ ആശയങ്ങളോ ഇല്ലാതാവുന്നില്ല. ആ പാട്ടിലൂടെ ആ പാട്ടുകാരൻ എന്താണ് ഉദ്ദേശിച്ചത് അത് അതിനേക്കാൾ 10 മടങ്ങ് മുഴക്കത്തിൽ, 10 മടങ്ങല്ല 1000 മടങ്ങ് മുഴക്കത്തിൽ ഈ സമൂഹത്തിൽ പ്രതിധ്വനിക്കുകയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ പോലും ഈ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നത് അതിവിചിത്രമായുള്ള കാര്യമാണ്. എഗൻ വീണ്ടും സംഭവിക്കുന്നു. എല്ലാം കേസ് ഇതിൽ ആവേശം കാണിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. രാജു എബ്രഹാമാണ് ഇതുമായിട്ട് അവിടെ നിന്നുള്ള ഒരാളാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത ആളുടെ സഹോദരൻ CPMൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. അപ്പോൾ പരാതിയൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും, അരിഹാര കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പരാതി കൊടുത്ത് ഉടനെ തന്നെ രാജു എബ്രഹാം പ്രത്യക്ഷപ്പെടുന്നു. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേയറ്റം വ്രണിത ഹൃദയനായിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുന്നു. ഉടൻ തന്നെ നിയമോപദേശം ലഭിക്കുന്നു, കേസെടുക്കുന്നു. പാട്ടുകാരൻ, പാട്ടെഴുതിയവൻ, പാടിയവൻ, മ്യൂസിക് ചെയ്തവൻ, റെക്കോർഡ് സ്റ്റുഡിയോ എല്ലാവരും പ്രതികളാവുന്നു. ആ ഒരു ലോജിക്ക് വെച്ച് ആ പാട്ട് ഷെയർ ചെയ്തവരൊക്കെ പ്രതികളാണോ? അത് പാടിക്കൊണ്ടിരിക്കുന്നതെല്ലാം പ്രതികളാണെന്ന് കേരളം മൊത്തം ഒരു ജയിലാക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അപ്പോൾ മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അധികാരമാണ് എന്ന് ഒരു കൂട്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല.